പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾക്ക് 3 ഹാബിറ്റ്, ഒരു മണി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 3 ഹാബിറ്റിനെ പറ്റി. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്ന ഫ്രീ ടിപ്പുകളുണ്ട്. അത് നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ ഇതേ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് 10x സ്പീഡിൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണിയൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിലുള്ള അഡ്വാൻസ്ഡ് പ്രോസസ്സ് കവർ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു 3 ടിപ്പുകൾ എന്നാണ് നമ്മൾ നോക്കാനായിട്ട്. 3 ടിപ്പുകളിനെ പ്രത്യേക 3 ഹാബിറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റ് ചെയ്താൽ, എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി പ്രോസസ്സ്. പലപ്പോഴും നമ്മളൊരു പ്രോസസ്സ്, എന്ത് കാര്യമാണെങ്കിലും അത് നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അല്ല, നമ്മളത് ആ നേടുന്ന പ്രോസസ്സിൽ തന്നെ ഹാപ്പി ആയിരിക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ കണക്കാക്കുന്ന ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അങ്ങനെ ഒരു റൂട്ടിൽ പോവുക. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കഴിയുമെങ്കിൽ ആ പാഷനേറ്റുള്ള ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വരുമാനം കണ്ടെത്തുക എന്നുള്ളത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഹാപ്പിനെസ് നമുക്ക്, റിലേഷൻഷിപ്പും ഒക്കെ നമുക്ക് ഓക്സിറ്റോസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പൈസ നമ്മൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഒരാൾക്ക് നമ്മൾ പൈസ കളക്ട് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ട് സെല്ല് ചെയ്യുക. നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കോഴ്സ് നമ്മൾ സെല്ല് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്തൊക്കെ സെല്ല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറ്റ് പല ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനോട് പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി ചെയ്യുക, കൊടുക്കുന്ന സേവനം ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുക, നമ്മൾ കൃത്യമായിട്ട് മണി, രണ്ടാമത്തെ പോയിന്റിൻ്റെ ഫസ്റ്റ് പാർട്ട്, നമ്മൾ മണി സ്വീകരിക്കുമ്പോഴും മണി ഒരാൾക്ക് നമ്മൾ കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും സന്തോഷത്തോടു കൂടി ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ സേവനങ്ങൾ മാക്സിമം ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. സേവനങ്ങൾ സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാശ് കിട്ടും. ഓക്കെ, അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മണി, കുറേ നമ്മുടെ അന്ധവിശ്വാസങ്ങളുണ്ട്, കുറേ ബിലീഫുകളുണ്ട്, അത് മാറ്റുക. അതായത് അപ്പോൾ മണിയുമായിട്ട് ബന്ധപ്പെട്ട ലിമിറ്റിംഗ് ബിലീഫുകൾ നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. മണിയുമായിട്ട് ബന്ധപ്പെട്ട ലിമിറ്റിംഗ് ബിലീഫുകളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, പൈസ ഉണ്ടാക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്, പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ഏറ്റവും ഹാർഡായിട്ടുള്ള പ്രോസസ്സാണെന്നൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മണി ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. അതുമാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിനെ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൈസ ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ് എന്നൊരു ചിന്താഗതി ഇതിലേക്ക് നമ്മൾ വരണം. കൺസിസ്റ്റൻറ്റ്, അതായത് ഒരു ചിന്താഗതി എങ്ങനെയാണ് വരുന്നത്, നമ്മൾ നിരന്തരമായി ആവർത്തിച്ചുള്ള അതിൻ്റെ ചെയ്യലുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മേക്കിംഗ് മണി സൂപ്പർ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയോ ബ്രെയിനോ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിരന്തരമായ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്താഗതിയിലൂടെ ആയിരിക്കും അത് മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പോൾ റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് നിങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പറയുന്നതിലൂടെയൊക്കെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മണിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. ഇപ്പം ഇത് മേക്കിംഗ് മണി ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള, അല്ലെങ്കിൽ പാടെന്നുള്ളൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പം മേക്കിംഗ് മണി ഈസ് ഈസി എന്നുള്ള അങ്ങനെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. അതിനെയൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പെയ്ഡ് ക്ലാസ്സിലായിരിക്കും പഠിപ്പിച്ച് തരിക. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ, അതായത് മണി മാനിഫെസ്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ്, ഹെൽത്തും ഒക്കെ പഠിപ്പിച്ച് തരുന്ന 7 പ്രോസസ്സുകളും, ഈ ലിമിറ്റിംഗ് ബിലീഫ് ഹീൽ ചെയ്യുന്നതും, ലിമിറ്റിംഗ് ബിലീഫിന് ഒരുപാടുള്ള ലിമിറ്റിംഗ് ബിലീഫ് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരുന്നത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലാണ്. ആ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പം അവിടെ ആയിരിക്കും ഈ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇടുക. താങ്ക് യു.